കാര്യങ്ങൾ നടക്കുമ്പോൾ നന്നായി ഹലോ ഹലോ രാജീവ്, ന്യൂസ് കണ്ടോ നീ? ആ കാര്യം കൂട്ടത്തിൽ ഒന്നായി പോയി. ഞാൻ അടിക്കുമ്പോ അവന് പുറകിൽ അടി കൊണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ജാക്കിയിൽ അടിച്ചത് പുറത്തു വരും. ആ മുഴുവൻ കാശും ഞാൻ പറഞ്ഞിടത്തല്ലേ വെച്ചിരിക്കുന്നത്. 14 കോടി. താങ്കൾ വിളിച്ച വ്യക്തി ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. സ്വാമി, സർ, ഡോർ ലോക്കാണ് സർ. സാർ, കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കായിരുന്നു സാർ. ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല രാജീവ്. സെൽ ഓഫ്. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അവള് ബിസിനസ് ചെയ്താ ജീവിക്കുന്ന. നമ്മൾ അകപ്പെടുത്താൻ മാത്രം ധൈര്യം ഉണ്ടാവില്ല. ഇത് പണത്തിന് വേണ്ടിയായിരിക്കും. സാർ, ഈ കാര്യം കമ്മീഷണർ എങ്ങാനും അറിഞ്ഞാ? പേടിക്കണ്ട രാജീവ്, ഓരോരുത്തരുടെ പങ്കും എത്തിച്ചു കഴിഞ്ഞു. രാജീവ്, നിന്റെ ഡ്യൂട്ടി ഇവിടെയാ. അടിപൊളി പെണ്ണാണല്ലോ. അനുരാഗ വിലോചിതനായി. ഇന്ന് ഇത് പിടിക്ക്. താങ്ക്സ് സാറേ, എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന്. ഇന്ന് ഈ മുട്ടയും പിടിക്ക്. സാറേ, ഹോസ്റ്റലിൽ ഇത്രയും പിള്ളേരുണ്ടായിട്ട് എന്നെ മാത്രം എന്തിനാ സാർ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്? സത്യം പറയാലോ, ഹോസ്റ്റലിലെ ഏറ്റവും മോശം സ്റ്റുഡന്റ് നീയാ, വൃത്തികെട്ടവൻ. എന്ന് വെച്ചിട്ട് ഇത്രയും പച്ചക്കറികൾ ചുമക്കണമെന്നുണ്ടോ? ഉണ്ട്. The relationship between student and warden must be egg and hen, but not must be egg and ദോശക്കല്ല്. സാറേ, ദോശക്കല്ലാതെ എനിക്ക് വേറൊന്നും മനസ്സിലായില്ല. ഒന്ന് വിശദമായിട്ട് പറയാമോ? വിശദമായിട്ട് പറഞ്ഞ നീയും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ മുട്ടയും കോഴിയും തമ്മിലുള്ള ബന്ധം പോലെയാ. അതെങ്ങനെയാണെന്ന് വെച്ചാ, മുട്ടയിൽ നിന്ന് കോഴി ഉണ്ടാവുന്നു, കോഴിയിൽ നിന്ന് മുട്ടയുണ്ടാവുന്നു എന്ന് വെച്ചാ മുട്ട തിന്നാലും ഒന്നാ, കോഴി തിന്നാലും ഒന്നാ. സാറേ, നിങ്ങൾ എനിക്ക് നിത്യാനന്ദ, ശാസ്ത്രിജി, ശർമാജി എല്ലാ ജിയും കാണാൻ പറ്റുന്നു സാറേ. പ്രതിമ പണിയേണ്ടി വരുമല്ലോ സാറേ. പണിതോ? നീ തന്നെ കാശുണ്ടാക്കി പണിതോ. സാർ, ഇവിടെ ഇരുന്നോണ്ട് എല്ലാം നോക്കിയിരിക്കുകയാണല്ലേ നിങ്ങള്. ആമ്പിള്ളേരെ പെൺപിള്ളേരെ സൈറ്റ് അടിക്കുന്ന ഞാൻ കുറെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പെണ്ണ് സൈറ്റ് അടിക്കുന്ന ആദ്യമായിട്ട് കാണുന്നത്. നല്ല റൊമാൻറ്റിക് ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തമാശയായിട്ട് തോന്നുന്നുണ്ടല്ലേ? അവിടെ എന്റെ ഫേവറേറ്റ് ഹീറോയുടെ സിനിമയെ തുടങ്ങാൻ പോന്നെ. വന്നേ ഇങ്ങോട്ട്. സാറേ, സാറേ. സാർ, എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടാവാനാ? 2 മുട്ടയും പൊട്ടിയിരിക്കല്ലേ? നമുക്ക് പോവാം സാറേ. നീ ഒന്നും പണിയണ്ട, നല്ല പണി കിട്ടി. സർ, സാറിന് ഫോണിൽ ഭീഷണിപ്പെടുത്തിയവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അത് പ്രീപെയ്ഡ് നമ്പറാണ് സർ. കോളേജ് ഐഡിയുടെ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്ത് സിം വാങ്ങിച്ചതാ സർ. ശ്രീ രാമദാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സർ. പിന്നെ എന്തിനാടാ കുലിക്ക് കൊണ്ടുവന്ന് പോക്കിക്കൊണ്ടുപോണവന്? ആ സെൽഫോൺ മിസ്സായെന്നും പറഞ്ഞ് ഹോസ്റ്റലിൽ 3 ആഴ്ച മുമ്പ് കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് സർ. സാറിന് വന്ന കോൾ ആ ഏരിയയിലുള്ള ടവറിന്റെ പരിധിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് സർ. മായയുടെ വീട് വാച്ച് ചെയ്യുന്നത് പോലെ ആ ഹോസ്റ്റൽ പിള്ളേരുടെ മേലെ ഒരു കണ്ണുണ്ടാവണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾ 3 പേരും ഒരാൾ മാറ്റി ഒരാൾ ലീവ് ഇട്ടോളൂ. ഓക്കേ? ശരി സാർ. പറയൂ രാജീവ്. വീട്ടിലെത്തി സാറേ.
ഉണ്ട് സാർ. എന്താ ഇതൊക്കെ? എന്താണോ ഞാനെല്ലാം പറയാമെന്നായിരുന്നു കരുതിയത്. ഫോണിൽ സംസാരിച്ചതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് എന്നെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കോ നീ? എന്തിനാ എന്തിനാ ചെയ്ത് പറ. ഇതിലാ റെക്കോർഡ് ചെയ്ത് പറ. ആന്റിക്കാം എവിടെ എവിടാ അത്? കളഞ്ഞുപോയി. കളഞ്ഞു പോയോ? സത്യമായിട്ടും അത് കാണാതായി. ആരും അത് മോഷ്ടിച്ചെന്നാ തോന്നുന്നത്. ഞാൻ പറയുന്ന സത്യമാ, എന്നെ വിശ്വസിക്ക്. കോഫി ഷോപ്പിൽ വെച്ചാ കാണാതായത്. അവരാരാന്ന് എനിക്കറിയില്ല. എന്നെ വിശ്വസിക്ക്. ക്യാമറ എടുത്തോണ്ട് ഇതിനെ കോഫി ഷോപ്പിലേക്ക് പോയത് പറ, അല്ലെങ്കിൽ കൊന്നോളീം ഞാൻ. അവിടെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയതായിരുന്നു. ആരാ ആരാ അവരൊക്കെ? രമണ, ക്രാന്തി. സാറേ അവരെനിക്കറിയാം സാറേ. കുറച്ചാളും മുമ്പ് ഇവളുടെ ബ്രോക്കറായിരുന്നു. ഇപ്പൊ കേക്കനറിലുണ്ട്. സിനിമ പോലെ എല്ലാവർക്കും നീ കാണിച്ചു അല്ലേ? ഇപ്പൊ എല്ലാവരും ഈ കാര്യം അറിഞ്ഞു. അറിയാവുന്ന പോലെ ഇവളാക്കി തീർത്തു. നിനക്കെല്ലാം കോഫി ഷോപ്പ് ആവശ്യമുണ്ടോ? മായ, അത് ഏത് കോഫി ഷോപ്പാ? പറഞ്ഞില്ല സാർ. സാർ ഇപ്പോഴെന്താ ചെയ്യാ സാർ? നമ്മുടെ സമയം ശരിയല്ല നരസിംഹ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയാലോ? സാർ ഫൈൻ. മാഡം, സ്യൂസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ കവിളത്ത് ആ അടയാളം കാണാനുണ്ട്. അതെ മാഡം, എനിക്കും അങ്ങനെയാ തോന്നിയത്. അവളെ ടോർച്ചർ ചെയ്ത് കൊന്നതിന് ശേഷം തൂക്കിലിട്ടിട്ടുണ്ടാവല്ലോ. വാതിലും ജനാലകളും എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളപ്പോ ഇതിനുള്ള നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാതെയാണ് വളർത്തിയത്. യൂത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന മൂവീസ് മാത്രമല്ല, ക്രൈം മൂവീസ് കണ്ടാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ പിടിച്ചെടുക്കാം. പോലീസുകാരുണ്ടല്ലോ, അവര് ക്രിമിനൽ സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാ ഒരുപാട് കേസ് ഇന്ന് പെൻഡിങ്ങിലുള്ളത്. സിസ്റ്റം ഉണ്ട്, പക്ഷെ ഹാർഡ് ഡിസ്ക് കാണാനില്ല. ബാത്റൂമിൽ ചാർജർ ഉണ്ട്, പക്ഷെ സെൽഫോൺ കാണാനില്ല. സംതിങ് ഈസ് റോങ്. എനിക്കിതൊരു സൂസൈഡാന്ന് തോന്നുന്നില്ല നരസിംഹൻ. നിങ്ങളൊരു കാര്യം ചെയ്യും, മാഡം. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കോൾ ചെയ്ത് ഉടനെ വരാൻ പറ. ഞാനിവിടുത്തെ അയൽവാസികളോടൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. യെസ് മാഡം. രാജേശ്വരി വലിയ അപകടമാണ്. അവള് പോലീസ് നായേക്കാളും ഭയങ്കരിയാണ്. അവള് ടേക്ക് ഓവർ ചെയ്ത എല്ലാ കേസും ഇതുവരെ ഫെയിലിയർ ആയിട്ടില്ല. ഈ മായയുടെ കേസില് നമ്മൾ ആരാവശ്യമില്ലാതെ തലയിടരുത്. നരസിംഹ, നീ അവളുടെ അടുത്തിരുന്ന് അവളെ തന്നെ ഫോളോ ചെയ്യ്. ഓക്കെ സാർ. ഡൈവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കണ്ട. അവള് ഭയങ്കര ഷാർപ്പാണ്. അവൾക്ക് ചെറിയ ഡൗട്ട് വന്നാലും ശരി, നിന്നെ പിടിച്ചിരുത്തി എൻക്വയറി ചെയ്യും. സൂക്ഷിക്കണം. യെസ് സാർ. അവളുടെ വഴിയിലൂടെ അവൾ എൻക്വയറി ചെയ്യട്ടെ. നമ്മളുടെ ലൈഫ് സുരക്ഷിതമാക്കാൻ ചെയ്യേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം. അല്ല, രണ്ട് കുട്ടികളെവിടെ? ഉടൻ തന്നെ പിടിക്കാൻ സാറേ. ആ മൂന്നാമൻ എന്റെ കയ്യിൽ അകപ്പെടണം. ആ നായിന്റെ മോനെ എന്റെ കൈ കിട്ടിയ വെടിവെച്ച് കൊല്ലും ഞാൻ.